ഓം സായിറാം. എല്ലാവർക്കും സായി കൃപാവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ബാബ ഡിവോട്ടിയുടെ എക്സ്പീരിയൻസാണ്. ഇത് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഒരു ബാബ ഡിവോട്ടിയുടെ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ ബാബ ഡിവോട്ടി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാബ ഭക്തനും ഒപ്പം അദ്ദേഹത്തിൻ്റെ ഫുൾ ഫാമിലിയും ഒരു അടിയുറച്ച ബാബ വിശ്വാസിയായിരുന്നു കേട്ടോ. അപ്പം അവരെല്ലാ കാര്യങ്ങളും ബാബയോട് ഡിസ്കസ് ചെയ്യുന്ന പോലെ പറയുകയും അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു അവരുടെ ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഏക ആഗ്രഹം അതിൽ വീട്ടിൽ ഹസ്ബൻഡ് വൈഫ് ഒരു കുഞ്ഞാണുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഷിരഡിയിൽ ഒരു തവണയെങ്കിലും പോകണം, സമാധി മന്ദിറിൽ കാണണം, ബാബയുടെ സമാധിയിലൊന്ന് തൊട്ട് തൊഴണം. ഇതായിരുന്നു വലിയൊരു ആഗ്രഹം. പക്ഷേ പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരിക്കൽ അദ്ദേഹം ചെയ്തത്, അദ്ദേഹം തൊട്ടടുത്ത മാസത്തേക്ക് ഷിരഡിയിലേക്കൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ ഫാമിലി ഫുള്ള് വളരെ സന്തോഷത്തിലാണ്. കാരണം ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തു, ആ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത മാസം ഞങ്ങൾ കുറേ കാലമായി ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാൻ പോവുകയാണ്. ഒരു സ്വപ്നം, അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം തന്നെയായിരുന്നു. പക്ഷേ ആ പോകുന്ന ഡേറ്റ് അടുക്കുന്നതിനും ഒരു 2 ആഴ്ച മുമ്പ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹത്തിന് ഒരു എമർജൻസി ഒരു വർക്ക് വരികയാണ്. അദ്ദേഹം നിന്ന് ചെയ്യണം എന്നുള്ളൊരു സാഹചര്യം വരുന്ന സമയത്ത് വളരെ വിഷമത്തോടു കൂടി അദ്ദേഹം ഷിരഡിയിലേക്ക് ബുക്ക് ചെയ്ത ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയാണ്. കാരണം പോകാൻ സാധിക്കാത്തൊരവസ്ഥ. ഇങ്ങനെ ഇത് കഴിഞ്ഞ് പലതവണ അദ്ദേഹം പല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടക്കുമ്പോഴൊക്കെയും ഒന്നുകിൽ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇഷ്യൂ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് ആ ഒരു കാര്യം മുടങ്ങിപ്പോകാറാണ് പതിവ്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്നതും അത് തന്നെയായിരുന്നു. കാരണം താൻ വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാബ ഡിവോട്ടിയാണ്. അതുമാത്രമല്ല, ഷിരഡിയിലേക്ക് പോകണമെന്ന് ആഗ്രഹം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും വളരെയേറെ എഫേർട്ടും എടുക്കുന്നുണ്ട്. എനിക്ക് അവിടെ എത്തണം. അതുമാത്രമല്ല, അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോഴും മെയിനായിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന കാര്യം, ബാബ എനിക്ക് ഒരിക്കലെങ്കിലും ഷിരഡിയിൽ വരണം, സമാധിയിലൊന്ന് തൊട്ട് തൊഴണം, ബാബയെ ഒന്ന് നേരിട്ട് കാണണം. അത്രമാത്രമേ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ മിക്കപ്പോഴും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹം പിന്നെ മനസ്സിൽ ഇങ്ങനെ ഓർക്കാൻ തുടങ്ങി, എന്തുകൊണ്ടായിരിക്കാം എൻ്റെ യാത്രകൾ എപ്പോഴും മുടങ്ങിപ്പോകുന്നത്, എന്തുകൊണ്ടായിരിക്കാം ഷിരഡിയിലേക്ക് എനിക്ക് എത്താൻ പോകാതെ വരുന്നത്, അതിന് എന്തെങ്കിലും ഒരു പ്രത്യേക കാരണമുണ്ടോ, അല്ലെങ്കിൽ എനിക്കിനി അങ്ങോട്ട് പോകാൻ സാധിക്കില്ലേ, ഇങ്ങനെയൊക്കെയുള്ള 100 ചോദ്യങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിക്കുകയും ഒരുപാട് വട്ടം അതിനെ ശ്രമിച്ച് തടസ്സം നേരിടുകയും ചെയ്യുന്ന സമയത്ത് ആ ഓരോ ദിവസം ചെല്ലുന്തോറും ആ ചിന്ത ഇങ്ങനെ കൂടി വരികയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ അദ്ദേഹം കാണുന്നത് അദ്ദേഹവും ഫാമിലിയും ഷിരഡി സമാധി മന്ദിറിൽ പോവുകയും ബാബയെ കാണുകയും ബാബയുടെ സമാധിയിൽ തൊട്ട് തൊഴുകയും ഒപ്പം ബാബയെ നോക്കി ഇങ്ങനെ സന്തോഷം കൊണ്ട് കരയുകയും ചെയ്യുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഇപ്പോഴെങ്കിലും ഇവിടെ വരാനും ബാബയെ കാണാനും ഈ സമാധിയിലൊന്ന് തൊട്ട് തൊഴാനും എന്നെ അനുഗ്രഹിച്ചതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് കരയുന്ന ഒരു സ്വപ്നം കാണുകയും അതിനോടൊപ്പം ഉടനെ അദ്ദേഹം കാണുന്നത് വളരെ ചിരിച്ചുകൊണ്ട് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ബാബയും. എന്നിട്ട് ബാബ പറയുന്നുണ്ട് അദ്ദേഹത്തിനോട്, ഇതുവരെയും നീ ഷിരഡിയിൽ വരാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ നിനക്ക് നേരിട്ടത് വലിയ തടസ്സങ്ങളായിരുന്നു. അതിന് കാരണമുണ്ട്. ഞാൻ വിളിച്ചാൽ മാത്രമേ ഈ ഷിരഡിയിൽ ഒരാൾക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നിൻ്റെ സമയം ഇനിയാണ് വരുന്നത്. നീയും നിൻ്റെ കുടുംബവും വളരെ വൈകാതെ ഷിരഡിയിലേക്ക് എത്തിച്ചേരും എന്ന് പറയുന്ന ഇത്രയുമാണ് അദ്ദേഹം ആ സ്വപ്നം കാണുന്നത്. കാരണം ഒരേ സ്വപ്നത്തിൽ അദ്ദേഹം ഷിരഡിയിൽ പോകുന്നതായും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബാബ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ വരികയും അധികം വൈകാതെ ഈ സ്വപ്നത്തിൽ കണ്ടതുപോലെ നീയും നിൻ്റെ കുടുംബവും ഷിരഡിയിൽ എത്തുമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു സ്വപ്നമാണ് അദ്ദേഹം കാണുന്നത്. അപ്പോൾ അദ്ദേഹം അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സ്വപ്നം ഓർമ്മയുണ്ട്. പക്ഷെ അദ്ദേഹം വിചാരിക്കുന്നത്, ഞാൻ ഒരുപാട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ, എൻ്റെ തോട്ട്സിൽ മിക്കതും ഈ ഷിരഡിയിൽ പോകുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതുകൊണ്ടായിരിക്കാം, ഞാൻ എൻ്റെ മനസ്സിൻ്റെ ആ ഒരു ചിന്തകൾ കൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു സ്വപ്നം കണ്ടത്. എന്തായാലും ആ സ്വപ്നം എനിക്ക് വളരെ സന്തോഷം നൽകിയ ഒന്നാണ് എന്ന് പറഞ്ഞ് ബാബയോട് നന്ദി പറഞ്ഞ് അതിനെ അങ്ങ് മറന്നു കളയുകയാണ്. പക്ഷേ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും ഒരു ജോലി സംബന്ധമായിട്ട് അദ്ദേഹത്തിന് മുംബൈയിൽ പോകാനുള്ള ഒരു ചാൻസ് ലഭിക്കുകയാണ്.
അങ്ങനെ മുംബൈയിൽ പോകണം എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ജോലിയോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളുമല്ല മനസ്സിൽ ഓർമ്മ വന്നത്. മുംബൈയിൽ നിന്ന് എനിക്ക് ഷിർഡിയിൽ പോകാൻ വളരെ അടുത്താണല്ലോ എന്നുള്ളൊരു സന്തോഷം മാത്രമായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ജോലി സംബന്ധമായതുകൊണ്ട് തന്നെ അതിൽ വേറെ തടസ്സങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഞാൻ അവിടെ പോകുന്ന സമയത്ത് എന്തായാലും ഷിർഡിയിൽ ഞാൻ പോയിരിക്കും. അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഷിർഡിയിൽ പോകുന്നുണ്ട്, ബാബയെ കാണുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ബാബ സച്ചരിത്രയിൽ പറഞ്ഞ ഒരു കാര്യങ്ങൾക്കും ഇന്നോളം മാറ്റമില്ല എന്നുള്ളതാണ്. കാരണം സച്ചരിത്രയിൽ പല അധ്യായങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ബാബ വിളിക്കുന്ന ആൾക്ക് മാത്രമേ ഷിർഡിയിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ബാബയുടെ അനുവാദമില്ലാതെ ആർക്കും ഷിർഡി വിടാനും സാധിക്കുന്നില്ല. അതിന്നും അതുപോലെ തന്നെ തുടർന്ന് ഇതുപോലുള്ള എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സച്ചരിത്രയിൽ പറഞ്ഞിട്ടില്ലാത്തതായി ഒന്നും തന്നെ നമുക്ക് ഒരു ബാബ ഡിവോട്ടീസിനും എക്സ്പീരിയൻസ് ചെയ്യാൻ വേറെ ഒന്നുമില്ല. അതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണോ അതിന്നും ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങളായിട്ട് അവരുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇത് കേൾക്കുന്ന ഒരുപാട് പേർക്ക് ഷിർഡിയിൽ പോകണമെന്നുള്ള വലിയ ആഗ്രഹങ്ങളുണ്ടായിരിക്കും അല്ലേ? നിങ്ങളുടെ ആഗ്രഹവും ഈ ഒരു ഡിവോട്ടിക്ക് നടന്നതുപോലെ ഒരു ദിവസം സാധ്യമാകും. പക്ഷേ അതിന് നമുക്ക് ഏത് സമയത്താണോ അവിടെ എത്തേണ്ടത് അത് ബാബ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കാം. ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് അവിടെ എത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ആ ഒരു സമയമാകുന്ന ടൈമിൽ എന്തൊക്കെ തടസ്സങ്ങൾ നേരിട്ടാലും ആ ലോകം തന്നെ നമ്മളെ എതിർത്താലും നമ്മൾ അവിടെ എത്തിയിരിക്കും, ബാബയെ കണ്ടിരിക്കും, സമാധിയിൽ തൊഴുതിരിക്കും. അതിനാർക്കും ഒരു മാറ്റം വരുത്താൻ സാധ്യമല്ല എന്നുറപ്പിച്ച് വിശ്വസിക്കുക. നമുക്കിപ്പോൾ ഒരു താമസം നേരിടുന്നുണ്ടെങ്കിൽ വളരെ വൈകാതെ ബാബ നമ്മളെയും ബാബയിലേക്ക് അടുപ്പിക്കും എന്നുള്ളതാണ്. ആ ഒരു സമയം എത്തുമ്പോൾ നമുക്ക് അനുകൂലമായി എല്ലാം മാറും. നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമായി എത്തും. അതും വിശ്വസിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിവോട്ടിക്ക് ലഭിച്ചതുപോലത്തുള്ള ഭാഗ്യം നമ്മളായ ഓരോ ഡിവോട്ടീസിനും ലഭിക്കും. ഒരുപാട് പേർക്ക് ആദ്യമൊക്കെ പോകാൻ ഒരുപാട് തടസ്സം നേരിട്ടിരുന്നാലും ഒരു തവണ അവിടെ എത്തിയവർ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് പോകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ബാബ വിളിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ പോകാനും സാധിക്കും. നമ്മുടെ മനസ്സ് നിറഞ്ഞ ബാബയെ നമുക്ക് കാണാനും തൊഴാനും ഒക്കെ സാധിക്കും. അതുപോലെ ആ ഒരു സമയം വരയ്ക്കും നമ്മൾ ബാബ പറഞ്ഞ ശ്രദ്ധ സബൂരിയോടെ കാത്തിരിക്കുക. ഉറപ്പായിട്ടും നമുക്കും അത്രയും പെട്ടെന്ന് ഷിർഡിയിലെത്താൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. ഓം സൈറാം.